തൃശൂർ പൂരം വെടിക്കെട്ടിൽ അനിശ്ചിതത്വം. പൂരത്തിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ഇനിയും കിട്ടിയിട്ടില്ല. പെസോ നിയമത്തിൽ ഇളവ് തേടിയെങ്കിലും അനുമതി ലഭിച്ചില്ല എന്ന് പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കി. ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരു ദേവസ്വങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എംപിയും മന്ത്രിയും നമ്മുടെ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു, റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ഇനി ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയേറ്റത്തിനാണ്. അത് 30-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 28-ആയി. ഒരു മാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജിനി, സമയം കുറവാണ്, ഇപ്പോഴും അനുമതി കിട്ടിയിട്ടില്ല. എന്താണ് ദേവസ്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? അവർ നേരത്തെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രമന്ത്രി അടക്കം സമീപിച്ചത് ഉന്നയിക്കുന്നുണ്ട്. ഒരു അനുകൂല തീരുമാനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ദേവസ്വം? ടിക്ക് 32 ദിവസം മാത്രമാണ് ഇനി തൃശ്ശൂർ പൂരത്തിന് കൊടികയറാനുള്ളത്. പക്ഷെ അപ്പോഴും ഈ വെടിക്കെട്ട് സംബന്ധിച്ചുള്ള ഒരു അന്തിമ അനുമതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഈ പെസോ ഇത് സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാർഗനിർദ്ദേശം പുതുക്കിക്കൊണ്ട് പുറത്തിറക്കിയത്. അതായത് ഈ വെടിക്കെട്ട് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പെസോ പുറത്തിറക്കിയിരുന്നു. അതിലെ ചില മാനദണ്ഡങ്ങൾക്കെതിരെ അന്ന് തന്നെ ദേവസ്വങ്ങൾ എത്തിയതാണ്, രംഗത്തെത്തുകയും ചെയ്തു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നടത്തുന്നതിൽ ഈ അനിശ്ചിതത്വം സൃഷ്ടിക്കും ഈ മാനദണ്ഡങ്ങൾ എന്നുള്ളതായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇളവ് നേടി നൽകാം എന്ന് അറിയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് പീയൂഷ് ഗോയലുമായി ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോഴും ഈ ദേവസ്വം പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ആയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മാസം മാത്രമാണ് പൂരത്തിന് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അനുമതി, അതായത് പെസോയുടെ ഇളവ് സംബന്ധിച്ച് ഒരു അനുമതി വൈകുന്ന വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കാരണം ഈ പൂരം കൊടികയറാനിരിക്കുന്നു. അന്ന് തന്നെ 32-ാം ദിവസം ഒരു സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ ഈ പാറമേക്കാവ് ദേവസ്വം അടക്കം ആവശ്യപ്പെടുന്നത്. ടി കെ ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.